ഹായ്. ഇതാരാന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഈ മുഖം. ഹായ് സിബി. ഞങ്ങൾ പള്ളി വന്നതാണ്. അപ്പോൾ കുർബാന കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇപ്പോൾ റിലേഷനും കൂടിയായി അല്ലേ? അതെ. കേൾക്കണ്ട അറിയാവോ അങ്ങനെ സംഭവം ഉണ്ടെന്നറിയാമോ? അത് അവിടെ സ്വാമിങ്ങനെ വന്നപ്പോഴാണല്ലോ കണ്ടത്. അപ്പോഴാണ് അറിഞ്ഞത്. വേറെ എന്നാ? അങ്ങനെ മക്കൾ സുഖമായിട്ട് ഉറങ്ങുന്നു. നമ്മളിങ്ങനെ നേരെ വീട്ടിൽ ചെല്ലുക. വീട്ടിൽ ചെന്നിട്ട് അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിക്കണം. വരുന്ന ദിവസം കഴിക്കാം. വീട്ടിൽ വന്നാൽ ബിരിയാണിയും കഴിക്കാം, ചിക്കനും കഴിക്കാം. ഇന്ന് ചിക്കനായിരുന്നു. ബിരിയാണി അല്ലല്ലോ. ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ രാവിലെ ആണ് ചിക്കൻ കിട്ടിയത്. അതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി. ചോറുണ്ടാക്കി. ഇന്ന് എൻ്റെ ബർത്ത്ഡേ. അതെയോ? ഹാപ്പി ബർത്ത്ഡേ ടു യു. കണ്ട, ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇന്ന് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ 1 കോടി ലോട്ടറി എടുത്താൽ വന്നിരിക്കുന്നു. മിക്കവാറും എനിക്ക് നാളെ അടിച്ചാൽ ഞാൻ 1 ലക്ഷം തന്നേക്കാം. നന്നായി. അതെ, വാക്ക് നമ്മൾ ഇതിൽ പറയാണ് അല്ലേ? റെക്കോർഡിംഗ് ആണ്, അതിൽ മാറ്റിയല്ല കേട്ടോ. അതൊക്കെ കേക്ക്. അവളാണ് ഇടക്കിടക്ക് ടിക്കറ്റ് എടുക്കുന്നത്. ഇവിടെ പോയിരുന്നോ? കൃപാസന ഞാൻ പോകാറുണ്ട്, എല്ലാ മാസം പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ഓൺ ദ വേ ചെന്നിട്ട് സംസാരിക്കാം. ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ നമ്മുടെ ബേബീസിനെയും കൊണ്ട് ഇന്ന് മൺഡേ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കാൻ വേണ്ടി വരുവാണ്. ഹായ് ബേബീസ്. ഓ ഡബിൾ കാർ. എവിടെയാണ് ആന്റണി, ജോർജി? വേർ ആർ യു? ഗുഡ് മോർണിംഗ് ആന്നി, ജോർജി. വാട്ട് ഹാപ്പൻ? രണ്ടുപേർക്കും ഇന്നൊരു മൂഡില്ലാത്ത എന്താണെന്ന് അറിയത്തില്ല. അവർ രണ്ടുപേരും. ആന്നി ആണെങ്കിൽ ഒരു ഭയങ്കര സീരിയസിലാണ് ആന്നി ഇരിക്കുന്നത്. ഭയങ്കര സീരിയസ് ബേബിയായി. ജോർജി, ഇത് ജോജിയാണത്. എന്റെ അടുത്തിരുന്ന് വെച്ച് ജോജിയാ. ഞാൻ ആന്റണിയാന്ന് ഓർത്തിരിക്കുക. स्माइल कर रहा है. अच्छा, अरे वाह मेरा बच्चा. हाँ, गुड मॉर्निंग बोलने के मन नहीं है. हाँ ठीक है. स्कूल आ गया. मैंने मक्कले നന്നായിട്ട് പഠിക്കണം. ഓക്കേ, സേ ഓക്കേ മമ്മ. What is your papa's name? Say. ഉഴപ്പാണെന്ന്, വളരെ ഉഴപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് കാഴ്ചകളുണ്ട്, അതെല്ലാം നമുക്ക് കാണാം. ഓ ഗുഡ് മോർണിംഗ് മാം. ലോങ് ടൈം. മാം എല്ലാരും ഉണ്ട്. ലക്കി കുക്കി ഇസ് ദർ, മാംഗോ ഇസ് ദർ. അവർ 3 ഇത് 3ാമത്തത്. മാം ബൈ മാം. മമ്മ ഹായ്, ഹൗ ആർ യു? ലോങ് ടൈം നോ സീൻ. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ഇങ്ങോട്ടൊന്നും ഇറങ്ങാറേ ഇല്ല. ടൈമില്ല, ബിസിയാണ്. മമ്മ ഭയങ്കര ബിസിയാണ്. ഹായ് സിബി, എങ്ങനെയുണ്ട്? സുഖമാണോ? ഓ എൻ്റെ പൊന്നേ, ഓ മൈ ഗോഡ്. ഹലോ ആദിമോനെ, ഹൗ ആർ യു? എങ്ങനെയുണ്ട് സ്റ്റഡീസൊക്കെ? എങ്ങനെയുണ്ട്? രാജ്യത്ത് പോയി പഠിക്കാൻ പോയിട്ട് എങ്ങനെയുണ്ട്? അടിച്ചു പൊളിച്ച് നടക്കുവാണോ അവിടെ? വെരി ഗുഡ്.
ഹായ്, ഹൗ ആർ യു? കുറേ നാളായി വന്നിട്ട്. ഇത് ഷോളായിട്ട് എടുത്തിട്ട് നല്ല സെറ്റാണ്. താങ്ക് യു. അപ്പോൾ ഓണത്തിൻ്റെ ഒരു ചെറിയൊരു മാലതി സിൽക്സ്. ഹലോ, അപ്പോൾ നമ്മൾ ഡി ഫാബിൽ തൃപ്പൂണിത്തുറയിൽ വന്നിരിക്കുക. നല്ല അടിപൊളി ഒരു സെറ്റ് സാരി കിട്ടി. താങ്ക് യു. അപ്പോൾ നമ്മൾ ഓണം മമ്മിക്കുള്ള പർച്ചേസ് നമ്മൾ ഡി ഫാബിൽ ചെയ്തു. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ഓക്കെ, ഹാപ്പി വാച്ചിങ്. ഓ, ആഫ്റ്റർ ലോങ് ടൈം റീബ മാം നിൽക്കുന്നത് നോക്കിയേ. ഓ, ഒത്തിരി നാൾക്ക് ശേഷം ഞാൻ റീബ മാമിനെ കാണുക. റീബ മാം, ഓ മൈ ഗോഡ്, ഇറങ്ങിക്കോ. ഓ മാം, ഹലോ മാം, ഹൗ ആർ യു? വാ 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 വാ, ജാ. How are you, ma'am? All good. ഭയങ്കര ഇഷ്ടം സ്കൂള് കാണാൻ. റീബ മാം കണ്ടോ? ദിസ് ഇസ് കോൾഡ് പ്രിൻസിപ്പൽ. കണ്ടോ? റീബ മാം പ്രിൻസിപ്പളാണ്. ആന്റണി ബേബി. അവർ എന്നും ജീവിതത്തിൽ അവർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത്. ബിക്കോസ് അവർക്ക്, നമുക്കായാലും നമ്മുടെ ഏജ് ആകുമ്പോൾ പ്രിൻസിപ്പൾ ആരാണ്, ടീച്ചേഴ്സ് ആരാണ്, കല്യാണി മാം ആരാണ്, അങ്ങനെ നമ്മളെല്ലാം മറന്നു പോകും. പക്ഷേ ഈ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് എല്ലാവരുടെയും ഓർമ്മ വരും. എത്ര വർഷമായാലും പിള്ളേർക്ക് ഓർമ്മ വരും. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ ബേബീസിനെ ഇങ്ങോട്ട് സ്കൂളിൽ ആക്കാൻ പോവാണ്. ലക്കി കുളിച്ചു, കുക്കി കുളിച്ചു. മാംഗോനെ നമ്മൾ ഒന്ന് ചെറിയൊരു സ്കിന്നിനൊരു പ്രശ്നമുള്ള കാരണം കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി പോവാം ഡോക്ടറിൻ്റെ അടുത്ത്. അവിടെ കുളിപ്പിക്കും. അപ്പോൾ മുന്നേ സ്പ്രേ ചെയ്യരുത്. ഹലോ. അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ഓരോ ആൻസർ ജോർജിക്കുട്ടൻ ആനിക്കുട്ടൻ പറയാൻ പോവാണ്. വാട്ട് ഈസ് യുവർ പപ്പാസ് നെയിം? വാട്ട് ഈസ് യുവർ മമ്മാസ് നെയിം? ഒച്ചത്തി പറ. ഐസ്ക്രീം വേണമെങ്കിൽ ഒച്ചത്തി പറ. ഓക്കെ. വാട്ട് ഈസ്, വിച്ച് സ്കൂൾ ആർ യു സ്റ്റഡി? Okay, who is your class, ma'am? Rajini ma'am. Rajini ma'am. Rajini ma'am. Allalo. Rajini ma'am. No. Meenu ma'am. Rajini ma'am. Joji Meenu ma'am. Annie. Rajini ma'am. Annie. Orange. Rajini ma'am. Orange class. Okay. Acha, okay. Lucky orange. Okay, okay. Who is? ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞാൽ മതി. Hello, who is your brother? What is your brother's name? Andy. Oh, okay. What is your name? Jodi. Very good. Who is the Indian Prime Minister? Narendra Modi. Narendra Modi. Very good, very good. Pinna. Who wrote National Anthem? Mama. National Anthem ആരാണ്? Okay. Who wrote National Anthem? National Anthem? Narendra. That is Prime Minister. Wrote Rabi. Narendra
Rabindranath? Modi. No, Rabindranath Tagore. Nayana Modi. No go. Georgie, what is the national fruit? Mango. Very good, mango. What is the national flower? Flower എന്താണ്? Nayana mango. No, Nayana mango. no. National flower? പറ ലോട്ടസ്. Lotus. മറന്നുപോയാ ഫ്ലവർ? ഓക്കെ. നോ ഡ്രിങ്ക്സ്. പറ ഉച്ചത്തി പറ. No fighting. No. അല്ല, 1 by 1 പറഞ്ഞു. നോ ഡ്രിങ്ക്സ്, Nothing. No mugging. No ducks. No fighting. നോ ബാഡ് ഫ്രണ്ട്സ്, No fighting. നോ ടാറ്റൂസ് ഓൺ ബോഡി, No fighting. നോ ഫൈറ്റിംഗ്. യെസ്. അപ്പൊ 6ാമത്തെ ലിസ്റ്റായി നമുക്ക് നോ ഫൈറ്റിംഗ് കേട്ടോ. No fighting. അപ്പൊ ജോജി കുട്ടൻ പറഞ്ഞേ, ജോജി കുട്ടൻ താൻ കടിക്കാതെ പറഞ്ഞു ജോജി കുട്ടന് മമ്മ ചോക്ലേറ്റ് വാങ്ങിച്ചു. Nothing. No fucking. No ducks. No bad friends. No fighting. No. നോ ടാറ്റൂസ് ഓൺ ദ ബോഡി അല്ലേ? വെരി ഗുഡ്. എല്ലാം കീപ്പപ്പ് ചെയ്യോ അങ്ങനെ? No. വെരി ഗുഡ്. ഹൂ ഇസ് യുവർ പ്രിൻസിപ്പൽ നെയിം? വാട്ട് ഈസ് യുവർ പ്രിൻസിപ്പൽ Daddy, നെയിം? ma'am. നോ, ദാറ്റ് ഈസ് യുവർ ക്ലാസ് ടീച്ചർ. പ്രിൻസിപ്പലിന്റെ പേരെന്താണ്? റീബ മാം. Biba ma'am. റീബ മാം. Biba ma'am. റീബ മാമിന്റെ റൂമിൽ പോകുമ്പോഴത്തേക്കും ആനിനെയും മാടിനെയൊക്കെ എടുക്കും. അവിടെ ഉള്ള സാധനങ്ങൾ ടച്ച് ചെയ്യരുത് കേട്ടാ. Ah. അപ്പൊ മാം അവിടെ വെച്ചേക്കെന്ന് പറഞ്ഞ് യു ഹാവ് ടു കീപ് ഇറ്റ് ദയർ. നോ പറയരുത് മാമിന്റെ അടുത്ത്. മാം പ്രിൻസിപ്പൾ അല്ലേ, അങ്ങനെ പറയരുത്. ഓക്കെ? ഓക്കെ, Okay. നല്ല കൊച്ചായിട്ട് പറ. അപ്പൊ മാം പറയും ജോർജി ആന്റി ഗുഡ് ബോയ് എന്ന് പറയണം. ഓക്കെ? Okay. ഓക്കെ ജോർജി? Okay. ഓക്കെ ആണോ? നല്ല കൊച്ചാണോ? Ayan baboy. അയ്യോ, അങ്ങനെ പറയില്ല. അയ്യാൻ ഗുഡ് ബോയ് അല്ലേ, മോന്റെ ഫ്രണ്ട് അല്ലേ. My duty, my ayan. മൈ ജൂജി മൈ അയ്യാൻ. Ah. ഓ, രണ്ടുപേരും ജൂജിയാണോ? Daddy. Daddy. ജൂജി ആരാ മോന? Daddy orange cut. Daddy orange cut. 6ാം ക്ലാസ്സിലാണോ? Ah. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. Ani blue cut. ഓ, ആനി ബ്ലൂ ക്ലാസ്. Ani blue cut. ഇല്ല. Ani orange cut. No, daddy orange cut. Ani blue cut. Ani blue cut. നോ ഫൈറ്റിംഗ്, നോ ഫൈറ്റിംഗ്. Ani blue. അപ്പൊ നമുക്കിപ്പോ ചേച്ചിമാരെ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ പോകുന്നത് ബേബീസ് ആയിട്ട്. Jam jam orange cut. Daddy orange അപ്പോ cut. Ani orange. ഒത്തിരി നാള് നിന്ന Ayun. ചേച്ചിമാരൊക്കെ ഒരു 6 മാസം 7 മാസമൊക്കെ നിന്ന് അവരും പിള്ളേരെ നോക്കിയിട്ടൊക്കെ അവരൊക്കെ പോയി. Waiting. ഇപ്പൊ ഒരാള് ഗുജറാത്തിൽ നിന്ന് വന്നാലും ഷീസ് ഓക്കെ, നന്നായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് വീട്ടിൽ രാവിലെ ഇവരെ ഡ്രസ്സ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യമുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ടെൻഷനായിരുന്നു. അവർ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടും എന്നുള്ള സമയത്ത് നമുക്ക് രണ്ടുപേരായിട്ട് തന്നെ സ്കൂളിൽ വന്ന് കൊണ്ടുവന്നാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ടുള്ള അത്യാവശ്യം കുറച്ച് കാര്യങ്ങളാണ്, അതുകൊണ്ട് ധാരാളം. നമുക്കൊരു സ്റ്റാഫിനെ നല്ലൊരാളെ കിട്ടാനാണ് വലിയ പാട്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോദിക്കും ഇതെങ്ങനെയാണ് സ്റ്റാഫിനെ കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കും. ടു ബി ഓണസ്റ്റ് ഞാൻ പറയാണ്, ചില ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ചോദിക്കും എങ്ങനെയാണ് മാഡത്തിന് ഇങ്ങനെ ആളെ കിട്ടുന്നത്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾ വന്ന് പോകുന്ന 2 പേരും ഉണ്ട്. അത് കൂടാതെ ഇപ്പോൾ ബേബീസിനെ നോക്കാനാണെങ്കിൽ ഞാൻ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയിൽ നിന്നും ഞാൻ ആളെ എടുക്കാറില്ല. അപ്പം ഞാൻ എടുക്കുന്ന എല്ലാം ഞാൻ തന്നെ ഒരു നമ്പർ വെച്ചിട്ട് ആ നമ്പറിൽ ആഡ് കൊടുക്കും, മനോരമയിൽ ആഡ് കൊടുക്കും. അങ്ങനെ അതിൽ കൂടെ വിളിക്കുന്ന ആളുകളെ ഞാൻ തന്നെ വീഡിയോ കോൾ ചെയ്ത് സെലക്ട് ചെയ്യും. എന്റെ മനസ്സിന് അവരെ ഓക്കെ ആവുന്ന ഒരു തോന്നല്, മീൻസ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അവരുടെ വേ ഓഫ് ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അപ്പൊ ഞാൻ അവരോട് പറയും ആധാറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി പറയും. അന്ന് വന്ന ശേഷം അവരെ ഞാൻ റിക്രൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അല്ലാതെ ഒരു ഏജൻസി മുഖേന ഞാൻ എൻ്റെ കുഞ്ഞ് ബേബീസിന് ജനിച്ച സമയം മുതൽ എല്ലാവരും ഞാൻ അങ്ങനെ തന്നെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഞാൻ ഒരു ഏജൻസി വഴി ആരെയും ഞാൻ എടുത്തിട്ടില്ല. സോ അതുകൊണ്ട് എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു എന്താ പറയുക മൈൻഡുള്ള ആൾക്കാരായിരിക്കും എനിക്ക് വരുന്നതല്ല. നമ്മൾ ഏജൻസി വഴി വരുമ്പോഴത്തേക്കും 20 ദിവസം നിൽക്കും, 22 ദിവസം നിൽക്കും. അത് കഴിഞ്ഞ് അടുത്ത, ബിക്കോസ് നമ്മൾ ബേബീസിനെ നോക്കുന്ന സമയം ഇതാവുമ്പോഴത്തേക്കും അവരൊന്ന് സെറ്റായി വരണം. അല്ലെങ്കിൽ അവരൊന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ഒരു 20 ദിവസം വന്ന് 20 ദിവസത്തിന്റെ പരിപാടിയും കഴിഞ്ഞ്
അവരങ്ങ് പോകും. അവർ ഏജൻസി വിളിക്കുമ്പോൾ അല്ല അവർക്ക് വീടിൻ്റെ അകത്ത് കാര്യങ്ങൾ ഓക്കെ അല്ല എന്ന് തോന്നി അവരപ്പം ഏജൻസിക്ക് വിളിച്ച് പറഞ്ഞ് അവരങ്ങ് പോകും. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ പിള്ളേരുടെ കാര്യം വലിയ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരെ നോക്കാനാണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ആഡ് കൊടുക്കുക, നമ്മൾ തന്നെ അതിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്യുക. നമുക്ക് തോന്നും ജെന്യൂൻ ആണെന്നുള്ള ഫീൽ ചെയ്യും, എന്നിട്ട് എടുക്കാവോ കേട്ടോ. അപ്പം എന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നു എന്ന് ചോദിച്ചാൽ ഏജൻസി വഴി വരുന്ന ആളുകളിൽ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലൊക്കെ വന്ന ഏജൻസി മുഖേന വന്നത് ഒരുപാട് കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന ആളുകളും ഈ ഒരുപാട് സ്ഥലത്ത് പോയി ഒരുപാട് തരികടകൾ കാണിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഒരുപാട് ആളുകൾ ഇപ്പോൾ വീട്ടിൽ വന്ന ശേഷം പൈസ വാങ്ങിച്ച് ഒറ്റ മുങ്ങും. ഞങ്ങളിപ്പോൾ അക്കൗണ്ടിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഇപ്പം അത്യാവശ്യം മക്കൾക്ക് ആവശ്യമാണ്, അല്ല എക്സാം ഫീസ് അടയ്ക്കാനാണ്, ഈ മാഡം ഞങ്ങളിവിടെ നിൽക്കുകയാണെന്ന് പറയും. അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ മനസ്സിൽ ചിന്തിക്കും, ഞാൻ അതിനുള്ള 1 മണിക്കൂറിൽ പറയും ഞങ്ങൾ ഇറങ്ങുവാണ് മാഡം, ഞങ്ങൾ പിന്നെ വരാട്ട എന്ന് പറഞ്ഞ് പോകുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ആളുകളെ എടുക്കാനായിട്ട്. എന്നാ മോനെ? ഓ ബാഗ് എടുക്കില്ല, ഇത് സ്കൂളായി. ഓക്കെ, അപ്പം നമ്മൾ സ്കൂളിൽ കൊണ്ട് ബേബീസിനെ ആക്കിയിട്ട് ഇന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് ബേബീസിനെ കൂട്ടിക്കൊണ്ട് ഫോട്ടോ വെച്ച് പോകാനുള്ളതാണ്. കണ്ണമാലി പോകണം, ഫോട്ടോ വെച്ച് പോകണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. ഇറങ്ങിക്കോ. മോർണിംഗ്. മാംഗോ അയ്യോ തന്നേക്ക് ചേച്ചി, അത് കപ്പ. ഓക്കെ, താങ്ക് യു. ലക്കി ക്ലാസ്സിൽ നോക്കുന്നുണ്ടോ? ലക്കി അന്നി ചേച്ചി ക്ലാസ്സിൽ പോകുന്ന നോക്കുന്നുണ്ടോ? ഓക്കെ, ബായ്. അപ്പം നമ്മളിപ്പോൾ നേരെ കണ്ണമാലിക്കാണ് പോകുന്നത്. സമയം കിട്ടിയാൽ നമ്മൾ ഫോട്ടോ വെച്ചിക്ക് പോകും. ഇപ്പം നമ്മൾ മട്ടാഞ്ചേരി പാലം എത്തി. കണ്ണമാലി വന്ന് ഞങ്ങൾ പിള്ളേർ നല്ല ഉറക്കമാണ്. അപ്പോൾ അവരെ ചുറ്റും എടുത്തിട്ട് ഞാൻ പൈസ ഇട്ട് വന്നു. കുറച്ച് നേരം പിതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കയറാൻ നോക്കാം. സിബിയുടെ വീട്ടിൽ നമ്മളിവിടെ ഫോട്ടോ വെച്ച് വന്നതാണ്. ഫോട്ടോ വെച്ച് വന്നിട്ട് നമ്മൾ നേരെ ഇത് കഴിഞ്ഞിട്ട് നേരെ പോകും. ഹലോ, ഹലോ, ഹായ്, ഹൗ ആർ യു? ഞാൻ സിസ്റ്ററും ഇന്ന്, ഞാൻ സിബി ഇന്ന് ബ്ലൂ ആണ്. വിചാരിക്കാത്ത ബ്ലൂ ആണല്ലോ സിബി, നല്ല ബ്ലൂ ആട്ടോ. ഹാപ്പി. എനിക്കാണെങ്കിൽ ഭയങ്കര മൂക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. നല്ല അടിപൊളി ഫിഷ് കറി ആയിരുന്നു, നല്ല കപ്പയും. നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന കാരണേ അവൾ സർപ്രൈസ് ആയിപ്പോയി അല്ലേ. എന്തായാലും കൊള്ളാം. എവിടെയാ ഇപ്പൊ നിങ്ങൾ വന്നിരിക്കുന്നേ? അമ്പൂച്ചിയുടെ വീട്ടിലാ? തരാം. One more time. First one time and Baba. നിക്കോലെ. ജോജി ബാബ. മാറി മാറി കൊടുക്കണ്ടേ? 2 hands. The xylophone. Xylophone. ആണോ?
ആൻറ്റി ബാബുക്കറിയാം. അങ്ങനെ you need to hold like this, Annie. Georgie for Johnny. പൊക്ക ബാ. എവിടെ നമ്മളിതേ ഏസാം ജാറ, നമ്മൾ ബോട്ടിലാണ് പോകുന്നത് ഇപ്പോൾ. അപ്പാ അപ്പാ അപ്പം നമ്മൾ ജങ്കാറ് വഴി നമ്മൾ നേരെ വല്ലാർപാട പോവാണ്. വല്ലാർപാടത്തു നിന്ന് നേരെ തേവര കയറി ഇങ്ങനെ വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു അടിപൊളി യാത്ര കാര്യങ്ങളാണ്. വൈപ്പിനിലേക്ക് ചെന്നിട്ട് വൈപ്പിൻ വഴി നേരെ വല്ലാർപാടം കയറി പോകാമല്ലോ. സോ അങ്ങനെ ഇരിക്കുന്നു. അവർ 2 ലേഡീസ് ഇറങ്ങി സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, ബോട്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അവർ അവിടെ പോയി നിൽക്കുവാണ്. അപ്പോൾ ബേബീസ് ഇവിടെ. ആൻ്റണി, ജോർജി, ലക്കി, വന്നില്ലേ? ജോർജി, ഇന്ന് ഫ്രൈഡേ ആണ്. ബേബീസിനെ വിട്ടിട്ട് നമ്മൾ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിക്ക് ചെയ്ത് നമ്മൾ പുറത്തു പോവാം. ഹായ് പറഞ്ഞു ആന്റണി. ഇവിടെ ആന്റണി, എവിടെ ആന്റണി? എവിടെ? വേർ ആർ യു ആന്റണി? ആ, ഓക്കെ ഓക്കെ. Annie, bye. Bye, Mama. നമ്മളിപ്പോ പുതിയ കാവിലുള്ള സുധീരേട്ടൻ്റെയും രേഖ ചേച്ചിയുടെയും തട്ടുകടയിൽ വന്നിരിക്കുകയാണ്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാണ് കഴിക്കുന്നത്. പോർക്ക് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. പോക്ക് നന്നായിട്ടുണ്ട്. പുട്ടിന് ഇച്ചിരി ഉപ്പ് കുറവാണ്, അല്ലെങ്കിൽ നല്ലതാണ്. ചിക്കൻ കൊണ്ടാട്ടം നോക്കട്ടെ. ചെറിയ മധുരമുണ്ട്. ഇതൊന്ന് തക്കാളിയുടെ ഗ്രേവി ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നല്ല എരിവാട്ടോ. ഞാൻ ഇത്ര എരിവ് കൂട്ടത്തില്ല. പുട്ടിന് ഇച്ചിരി ഉപ്പ് കുറവാണ്, അല്ലെങ്കിൽ ബാക്കി നല്ലതാണ്. നല്ല ഇതാട്ടോ. ചെല്ലു കുക്കി, ചെല്ലു. അടി കിട്ടും. जी അത് കറക്റ്റായിട്ട് നിന്ന് കൊടുക്കണം കേട്ടോ. ഉസ പക്കന ठीक है. ഞാൻ പെഡിക്യൂർ ചെയ്യുവാണ്. പെഡിക്യൂർ ചെയ്യുന്ന കൂട്ടത്തിൽ അവിടെ നമ്മുടെ ജോർജി കുട്ടനും ആന്റണിക്കുട്ടനും ആന്റണി ഹെയർ കട്ട് ചെയ്യുവാണ്. എനിക്ക് ജോർജി കുട്ടൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ രണ്ട് ഹെയർ കട്ട് ചെയ്യുമ്പോൾ എനിക്കിവിടെ പെഡിക്യൂർ ചെയ്യാമല്ലോ. ഹലോ,
ഗുഡ് ഈവനിങ്. അപ്പം നമ്മളിപ്പോൾ സൺഡേ ആയിട്ട് പള്ളിയിൽ പോയി കുർബാന കണ്ടു. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവാണ്. എവിടെയാണെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ എവിടെ തോന്നുന്നു അവിടെ നിർത്തി നമ്മൾ ഫുഡ് കഴിക്കും. അങ്ങനെയാണ് ഇന്നത്തെ പ്ലാൻ. ഹായ് പറഞ്ഞേ ആന്റണി. ജാജി ഹായ് പറഞ്ഞേ. ജാജിക്കുട്ട ഹായ് പറഞ്ഞേ. जी देखो वाह कितना बड़ा बूरी है. കണ്ട മന മോനെല്ലാം ബൂരി നോക്കി ബോണിനെ പോലെ ഇരിക്കുന്നു. ടച്ച് ചെയ്തേ വാവേ, ടച്ച് ചെയ്തേ വാ. ചലോ ടച്ച് കറോ. പുള്ളിയോ എവിടെ? ജോർജി എവിടെ? ഇതിവിടെ വെക്കും. ഇതിവിടെ വെക്കും. കണ്ട ദോശ കഴിച്ചോ. വാ ജോജി കുട്ട ഇരിക്കും.